എറണാകുളം ജില്ലയിൽ ഏറ്റവുമധികം പെൺകുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയം. മത്സര പരീക്ഷകളിൽ 100 മേനി വിജയം. എന്നാൽ സ്ഥലപരിമിതിയായിരുന്നു പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ എക്കാലത്തെയും വലിയ വെല്ലുവിളി. കിഫ്ബി പദ്ധതികളിൽപ്പെടുത്തി 5 കോടി രൂപയുടെ വികസന പരിപാടികൾ നടപ്പിലാക്കുന്നതോടെ പരിമിതികൾ പഴങ്കതിയായി മാറുന്നു. സംസ്ഥാനത്തെ വ്യവസായ തലസ്ഥാനമായ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെ ആദ്യ വിദ്യാലയങ്ങളിലൊന്നാണ് പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 1910-ൽ ലോവർ പ്രൈമറി സ്കൂളായാണ് തുടക്കം. പടിപടിയായി അപ്പർ പ്രൈമറിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും എല്ലാം എത്തി. കാലാന്തരത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമായുള്ള വിദ്യാലയമായി മാറി. നടൻ ജയറാമും നടിമാരായ ആശാ ശരത്തും അനന്യയും മാധ്യമപ്രവർത്തക ലീല മേനോനുമെല്ലാം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. എറണാകുളം ജില്ലയിൽ ഏറ്റവുമധികം പെൺകുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയം ഇതാണ്. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ ഏക വിദ്യാലയവും. 8 ബ്ലോക്കുകളിലായി ഹൈസ്കൂൾ വിഭാഗത്തിൽ 1200 വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറിയിൽ 300 വിദ്യാർത്ഥികളും പഠിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂൾ വികസന പദ്ധതിക്ക് കിഫ്ബിയിൽ നിന്നും 5 കോടി രൂപ അനുവദിച്ചപ്പോൾ ഈ സ്കൂളിനെ തെരഞ്ഞെടുക്കാൻ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു വട്ടം കൂടി ആലോചിക്കേണ്ടി വന്നില്ല. പെരുമ്പാവൂരിലെ ഒത്തിരി കുട്ടികളുള്ള ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് പ്രശസ്തമായ സ്കൂളാണ്. വലിയ റിസൾട്ടാണ് ഈ സ്കൂളിന് കിട്ടുക. അപ്പോൾ MLA മാർക്ക് ആദ്യത്തെ വർഷം ഒരു സ്കൂള് വേണമെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ എടുക്കാനുള്ള പ്രൊജക്റ്റ് കൊടുക്കാം. അങ്ങനെ 5 കോടി രൂപയുടെ പ്രൊജക്റ്റ് കൊടുത്തു. 5 കോടി രൂപയുടെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ സ്ലോ മൂവ്മെൻ്റാണ് ആ പ്രൊജക്റ്റ്. വർക്ക് എടുക്കുന്ന കോൺട്രാക്റ്റുകാരുടെ ചില പ്രശ്നങ്ങൾ നമ്മുടെ വർക്കുകളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള ആളുകൾ വന്ന് വർക്ക് എടുക്കും, സബ് കൊടുക്കും. സബ് കൊടുത്ത ആൾ കുറച്ച് വർക്കുകൾ ചെയ്യും, പിന്നെ അവർ നോക്കത്തില്ല. അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ വരുന്നതുകൊണ്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല. അടുത്ത മാസത്തോടുകൂടി മുഴുവൻ നിർമ്മാണം പൂർത്തീകരിച്ച് തരാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മനോഹരമായ രീതിയിലേക്ക് ഒരു ക്യാമ്പസ് ഉണ്ടാക്കിയെടുക്കുക, അതാണ് നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഒരു വിദ്യാലയം എത്തുന്ന ഒരു പദ്ധതിയാണ്. അല്ല, 1500 കുട്ടികളുള്ള സ്കൂളാണ്. വലിയ റിസൾട്ടുള്ള പെരുമ്പാവൂരിലെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പതിറ്റാണ്ടുകളായി പെരുമ്പാവൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരുടെ മക്കളാണ് പഠിതാക്കൾ. മലയോര മേഖലയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആദിവാസി ഊരുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്നും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നു. സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങൾ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കുന്ന വൻ പ്രതിസന്ധി നേരിട്ട കാലത്തും കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളാൻ ക്ലാസ് മുറികൾ തികയില്ല എന്നതായിരുന്നു ഇവിടുത്തെ പ്രതിസന്ധി. എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂൾ തന്നെയാണ് പെരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂൾ. 1915 സ്റ്റാർട്ട് ചെയ്ത സ്കൂളാണ്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അപ്പോൾ നമ്മുടെ കെട്ടിടങ്ങൾ കുറേയൊക്കെ പൊളിക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും നാളിതുവരെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല പരിഷ്കാരമായ ഈ ഹൈടെക് നിർമ്മാണം, ഇപ്പോൾ ക്ലാസ് റൂമുകളെല്ലാം തന്നെ ഹൈടെക്കാണ്. കെട്ടിട നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5.5 കോടി രൂപയുടെ പണിയാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കിഫ്ബി ഫണ്ട് 5 കോടിയും അതുപോലെ MLA ഫണ്ട്, ബാക്കി ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മുടെ കെട്ടിടം പണി നടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുന്നതിനും
ഒക്കെ ഇത് വളരെ സഹായിക്കും. ഏറ്റവും സാധാരണക്കാരുടെ പിള്ളേരാണ് പഠിക്കുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ 100% വിജയവും, കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ 100% വിജയവും, 252 കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതുകയും 30 കുട്ടികൾക്ക് ഫുൾ A+, ഏതാണ്ട് 20 കുട്ടികൾക്ക് 9 A+ ലഭിച്ച് ഉയർന്ന വിജയം നേടിയ സ്കൂളാണ്. പാഠ്യേതര രംഗങ്ങളിലെല്ലാം തന്നെ വളരെ മികവ് പുലർത്തുന്ന സ്കൂളാണ്. വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ പഠിച്ച വിദ്യാലയം കൂടിയാണ്. മികച്ച സൗകര്യങ്ങളുള്ള ആധുനിക ക്ലാസ് മുറികൾ, ശൗചാലയങ്ങൾ, ഭക്ഷണശാലകൾ തുടങ്ങി വിശാലമായ ഗ്രൗണ്ടും പൂന്തോട്ടവുമെല്ലാം സ്കൂളിൽ കുട്ടികൾക്കായി ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. വിദ്യാലയത്തിൻ്റെ ഓരോ ക്ലാസ് മുറികളും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും വലിയ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഹൈടെക് സംവിധാനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഓരോ ക്ലാസ് മുറികളും. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള പഠനത്തിനും കുട്ടികളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളടക്കം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഈ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിൻ്റെ പൂർണ്ണതയിലോട്ടെത്തുമ്പോൾ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വിദ്യാലയം എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല ഒരു വിദ്യാലയമായി പെരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ മാറുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. സ്കൂളിന്റെ പുതിയ മാറ്റത്തിൽ അതീവ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും. ഞാൻ 8ലായിരുന്നപ്പോഴാണ് ഈ സ്കൂളിൽ ചേരുന്നത് തന്നെ. അപ്പോൾ അന്ന് കണ്ടിരുന്ന ഒരു ഫെസിലിറ്റീസ് ഒന്നും അല്ല ഇപ്പോൾ ഞാൻ കാണുമ്പോൾ. അതായത് അറിയാലോ, കൊറോണ സാഹചര്യമായിരുന്നു. അപ്പോൾ സ്കൂളിൽ വരാത്തതിൻ്റെ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ യൂണിഫോം എല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഫെസിലിറ്റീസ് ആണെങ്കിൽ തന്നെ ലാബ്, അതുപോലത്തെ പല പല മേഖലകളിലും നല്ല വികസനം തന്നെ വന്നിട്ടുണ്ട്. അതായത് ബിൽഡിങ്സ് ആയാലും ക്ലാസ് റൂമുകളായാലും ഹൈടെക്കായി. പിന്നെ ഞങ്ങൾക്ക് കൈറ്റ് വിക്ടേഴ്സിന് വക ക്ലാസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ പഠനത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ കണ്ടതിൽ. പിന്നെ 8ലായിരുന്നപ്പോൾ അല്ലെങ്കിൽ ആ സമയത്തായിരുന്നപ്പോഴും ഞങ്ങളുടെ സീനിയർ ചേച്ചിമാർ നല്ല വിദ്യാഭ്യാസ മേഖലയിലും നല്ല പുരോഗമനം തന്നെ ഉണ്ടായിരുന്നു. നല്ല മാർക്കോട് കൂടിയാണ് എല്ലാ പ്രാവശ്യവും 10ൽ നിന്ന് പാസ്സാകുന്നത് തന്നെ. സ്കൂളിൽ മാത്രം ഒതുങ്ങുന്നില്ല, തൊഴിൽ പരിശീലന രംഗത്തും മണ്ഡലത്തിൽ കിഫ്ബിയുടെ കൈത്താങ്ങുണ്ട്. പെരുമ്പാവൂർ പോളിടെക്നിക് കോളേജിനായി 9.5 കോടി രൂപയാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനും ഓഡിറ്റോറിയത്തിനുമായി ചെലവാക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിലൊന്നായ സ്ഥാപനം അന്തർദേശീയ നിലവാരത്തിലേക്കാണ് ഉയരുന്നത്. നമ്മളുടെ ഈ പോളിടെക്നിക്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പെരുമ്പാവൂർ ഇപ്പോൾ അക്രഡിറ്റേഷന് പോകുന്ന ഒരു സ്ഥാപനമാണ് NBA-യുടെ. മാത്രമല്ല സംസ്ഥാനത്തെ ഏറ്റവും മികവ് പുലർത്തുന്ന റിസൾട്ടിൻ്റെ രീതിയിലാണെങ്കിലും അതേപോലെ പ്ലേസ്മെൻറ്റുകളുടെ രീതിയിലാണെങ്കിലും 1ാം സ്ഥാനം വരെ എത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ നമുക്ക് അക്രഡിറ്റേഷന് പോകുന്നതിനാവശ്യമായ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ കിഫ്ബി പ്രോജക്റ്റ് വഴി നമ്മൾ നടപ്പാക്കുന്നതിൽ. 1ാമത്തെ പ്രോജക്റ്റ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കം ലൈബ്രറിയാണ്. അതേപോലെ തന്നെ ഏതാണ്ട് 850 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം. ഇത് രണ്ടും കൂടെ ഏതാണ്ട് 9.6 കോടി രൂപ. ഇത്തരം 2 പ്രോജക്റ്റുകളാണ് ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂർ മണ്ഡലത്തിലെ ഗതാഗതക്കുരുക്കഴിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കാരണം പുതിയ വഴികളില്ല ഇവിടെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളുകൾ മലബാറിലേക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്ക് പോകണമെങ്കിലും പൊതുവായി ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമില്ല. അപ്പോൾ പെരുമ്പാവൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ബജറ്റ് മന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുമ്പോൾ ഞാനത് കൊടുത്തെങ്കിലും അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചില്ല. ഞാൻ വീണ്ടും പോയി കണ്ടപ്പോൾ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പെരുമ്പാവൂർ ബൈപ്പാസ് പ്രഖ്യാപിച്ചു.
4 കോടി രൂപയുടെ പ്രോജക്റ്റാണ് തുടക്കം. പക്ഷേ ഇപ്പോൾ അത് 200 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ഫ്ലൈ ഓവർ കൂടി ഉൾപ്പെടുത്തി ഇപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതിൻ്റെ ഫേസ് 1 ഫേസ് 2 ഇങ്ങനെ 2ആയി തിരിച്ചിട്ടാണ് ചെയ്യുക. ഫേസ് 1ൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട 11-1 നോട്ടിഫിക്കേഷൻ നിലവിൽ കഴിഞ്ഞു. 11-1 കഴിഞ്ഞ് ഇനി അതുമായി ബന്ധപ്പെട്ട ചില സർവേകളും കൂടാതെ RR പാക്കേജും കൂടി ഉണ്ടാക്കി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയബന്ധിതമായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കോർഡിനേഷൻ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. നഗരവികസനത്തിലും വിനോദസഞ്ചാര മേഖലയിലും വൻ മാറ്റങ്ങളാകും ബൈപ്പാസ് കൊണ്ടുവരികയെന്നാണ് പ്രതീക്ഷ. വീതി കുറവാണ് റോഡിന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പുതിയ റോഡ്, അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ആലുവ മൂന്നാർ പോകുന്നതിനോ അല്ലെങ്കിൽ ആലുവ കോതമംഗലം നേരിട്ട് പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമുക്ക് ടൗണിൽ കയറാതെ അവർക്ക് നേരിട്ട് ഈ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കാതെ പോകുന്നതിന് നമുക്ക് ബൈപ്പാസ് എന്തായാലും ആവശ്യമാണ്. നമ്മുടെ റോഡുകൾ വളരെ വീതി കുറഞ്ഞതും ഇപ്പോൾ ഇനി പുതിയതായിട്ട് നമുക്ക് വീതി കൂട്ടാൻ പറ്റാത്തൊരു അവസ്ഥയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബൈപ്പാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പെരുമ്പാവൂരിൻ്റെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. മണ്ഡലത്തിൽ കൂടിയും കടന്നുപോകുന്ന മലയോര ഹൈവേ, ചെറുതും വലുതുമായ റോഡുകൾ തുടങ്ങി കിഫ്ബിയിൽ അംഗീകാരം കാത്തിരിക്കുന്ന പദ്ധതികളും നിരവധിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും നിരവധി പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള കിഫ്ബി പദ്ധതികൾ പൂർത്തിയാവുന്നതോടെ പെരുമ്പാവൂരിന്റെ മുഖച്ഛായ തന്നെ മാറും.